السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽ ഹാഫിള് ഇമാം അന്നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ അർബഊൻ അന്നവവിയ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നാം പഠിച്ചു വരുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഹദീസ് വായിക്കുകയും അതിൻ്റെ വിശദീകരണം പറയുകയും ചെയ്തിട്ടുണ്ട്. അവസാനത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര നിയമങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നാം പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഈ ഹദീസും നീയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് ഒന്നുകൂടി വായിച്ച് കേട്ടതിന് ശേഷം അതിൻ്റെ മറ്റ് ഫായിദകളിലേക്ക് നമുക്ക് പോകാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ വ്യക്തിക്കും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അവനുണ്ടാവുക. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ ആരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമായോ അപ്പോൾ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും തന്നെയായിരിക്കും. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അപ്പോൾ ആരുടെ ഹിജ്റ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടായോ അപ്പോൾ അവൻ്റെ ഹിജ്റ, അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ വിഭവങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടായോ അപ്പോൾ അവൻ്റെ ഹിജ്റ അതിനുവേണ്ടി തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, നീയത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസാണ്. നമ്മുടെ അമലുകളെല്ലാം നീയത്ത് ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് നീയത്തുമായി ബന്ധപ്പെട്ടത്. ഇത് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിൻ്റെ പാതിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നീയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ മറ്റുമൊക്കെ നാം അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ അത് 2 രൂപത്തിലായി വേർതിരിച്ചത് കാണാം. ഒന്ന്, അമലുകൾ അത് അക്വാലുകളാണ്, നമ്മുടെ സംസാരങ്ങളാണ്. നമ്മുടെ നാവിൻ്റെ സംസാരങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തനമാണ്. നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സംസാരങ്ങൾ, നാം നടത്തുന്ന ഉടമ്പടികൾ, കരാറുകൾ, ഇതെല്ലാം നമ്മുടെ അമലുകളിലാണ് പെടുക. അപ്പം അമലുകളുടെ കൂട്ടത്തിൽ ഒന്ന് അക്വാലുകളാണ്, നാവ് കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. രണ്ടാമത്തേത് അഫ്ആലുകളാണ്, നാവല്ലാത്ത നമ്മുടെ മറ്റ് ശരീര അവയവങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് രണ്ടും നമ്മുടെ അമാലുകളുടെ കൂട്ടത്തിലാണ്, അമലുകളുടെ കൂട്ടത്തിലാണ്, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. നമ്മൾ പറഞ്ഞു, പ്രവർത്തനങ്ങളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 കാര്യത്തിലും എങ്ങനെയാണ് നീയത്ത് അതിനെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാം, അക്വാലുകളാണ്, നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ പറയുന്നു, നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് 4 ഒരു കാര്യമായിരിക്കും, 4 രൂപത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഒന്ന്, നാവ് കൊണ്ട് നമ്മൾ ചില ഇബാദാത്തുകൾ ചെയ്യും, ആരാധനകൾ നമ്മൾ ചെയ്യും. രണ്ടാമത്തേത്, നാവ് കൊണ്ട് ചില ഉഖൂദുകൾ, അഖ്ദുകൾ, ഉടമ്പടികൾ നമ്മൾ ചെയ്യും. മൂന്നാമത്തേത്, നാവ് കൊണ്ട് ചില ഹുക്കൂക്കുകൾ, ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, വിശദീകരിക്കാം. നാലാമത്തേത് മറ്റ് സംസാരങ്ങൾ, നാം സാധാരണ ആളുകളോട് മറ്റുമൊക്കെ സംസാരിക്കുന്ന സംസാരങ്ങളുണ്ട്. ഇവിടെ ഒന്നാമത് പറഞ്ഞത് ഇബാദത്തുകളാണ്. ഇബാദത്തുകൾ, നാവ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിസ്കാരത്തിൽ നമ്മളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണ് കൈകെട്ടിയത്. പിന്നീട് നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി, സൂറത്തുൽ ഫാത്തിഹ ഓതി, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ പിന്നെയും പറഞ്ഞു, റുക്കൂഇൽ ദിക്റുകൾ ചൊല്ലി. ഇതെല്ലാം ഇബാദത്തുകളാണ്, സംശയമില്ല. അതുപോലെ ബാങ്കുകൾ ഇവിടെ കേട്ടു, ഇഖാമത്തോടെ കേട്ടു, ഇതൊക്കെ ചില ആളുകൾ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. ഇതിന് നീയത്തില്ലാതെ ഇത് സ്വഹീഹാവുകയേ ഇല്ല. നീയത്ത് അനിവാര്യമായ കാര്യമാണ്. ഈ പറയുന്ന കാര്യം ഒരാൾ നീയത്തില്ലാതെ ചെയ്താൽ അയാളുടെ പ്രവർത്തനം ശരിയാവുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ മസ്ജിദിലേക്ക് ഓടിയെത്തിയപ്പോൾ ഇവിടെ ഇമാമ് റുക്കൂവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു അക്ബർ എന്നൊരാൾ
നേരെ റുക്കൂയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു. പക്ഷെ അത് അയാളുടെ തക്ബീറത്തുൽ ഇഹ്റാമായിട്ട് അയാൾ നിയ്യത്താക്കിയിട്ടില്ല. അയാൾ അത് റുക്കൂയിലേക്ക് പോകുമ്പോഴുള്ള തക്ബീറായിട്ടാണ് പറഞ്ഞത് എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവില്ല എന്നാണ്. കാരണം തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല. നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിസ്കാരം ആരംഭിക്കണമെങ്കിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം പറയണം. അത് നിന്നിട്ട് തന്നെ പറയുവാണ്. നിന്നിട്ട് അള്ളാഹു അക്ബർ, അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടില്ലെങ്കിലും ശരി, നമ്മൾ നേരെ സൊഫിലെത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് മാത്രമേ പിന്നീട് താഴേക്ക് റുക്കൂയിലേക്ക് നമ്മൾ ചേരാൻ പാടുള്ളൂ. അങ്ങനെ ചേർന്നാലാണ് നമ്മുടെ നിസ്കാരം ശരിയാവുകയുള്ളൂ. അതല്ല ഒരാൾ നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് താഴേക്ക് അങ്ങനെ പോകുക എന്നുള്ളത് ശരിയല്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. അത് തക്ബീറത്തുൽ ഇഹ്റാം ആണെന്നുള്ള നിയ്യത്ത് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഏത് കാര്യമാണെങ്കിലും ശരി, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, നമ്മൾ ചൊല്ലുന്ന എന്തും നമ്മൾ അത് നീയത്തുണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുക, അതിൻ്റെ പൂർണ്ണ കാര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു നാവ് കൊണ്ടുള്ളത് ഉഖൂദുകളാണ്. ഉഖൂദുകൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടികൾ എന്ന് പറയും. ഉടമ്പടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നിക്കാഹിൻ്റെ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരനും അതുപോലെ പെണ്ണിൻ്റെ ഉപ്പയും തമ്മിൽ അക്തുകൾ ഉണ്ടാവും, അവർ തമ്മിൽ സംസാരിക്കും, അത് ഉടമ്പടിയാണ്. ഞാനിത് എൻ്റെ മകളെ ഇന്ന സ്വർണ്ണാഭരണത്തിന് പകരമായി വിവാഹം കഴിപ്പിച്ചു തന്നിരിക്കുന്നു, അത് സ്വീകരിച്ചിരിക്കുന്നു പോലെയുള്ള വാക്കുകൾ. അതല്ല ഒരാൾ ഇതേപോലെ ഒരു സ്ത്രീയെ ഒഴിവാക്കുന്നു, ഞാനിതാ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു, തലാഖ് ചെയ്തിരിക്കുന്നു പോലെയുള്ള കാര്യങ്ങൾ. ഇത് ഉടമ്പടികളുടെ കൂട്ടത്തിലാണ്, ഉഖൂദുകളുടെ കൂട്ടത്തിലാണ് പെടുക. പണ്ഡിതന്മാർ പറഞ്ഞു ഉഖൂദുകൾ, ഉടമ്പടികൾ രണ്ട് രൂപത്തിൽ സംഭവിക്കാറുണ്ട്. ഒന്ന് സ്വരീഹായ ലഫ്ള് കൊണ്ട് സംഭവിക്കും, അതായത് നേർക്ക് നേരെ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ പറയുക, അങ്ങനെ സംഭവിക്കും. ഉദാഹരണം പറയാം. രണ്ടാമത്തേത് കിനായത്ത് കൊണ്ട്, അതായത് നേർക്ക് നേരെ പറയില്ല, വ്യംഗ്യമായ സൂചനയായിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് രൂപത്തിൽ സംഭവിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാറുള്ളത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ത്വലാഖുമായി ബന്ധപ്പെട്ട കാര്യം. ത്വലാഖുമായി ബന്ധപ്പെട്ട് ത്വലാഖിന് രണ്ട് രീതിയിൽ സംസാരിക്കാം. ഒരാൾ ത്വലാഖ് ചെയ്യുമ്പോൾ അത് സ്വരീഹായ ലഫ്ള് കൊണ്ട് സംസാരിക്കും, അത് നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്ന് പറയാനാണ് സ്വരീഹായ വ്യക്തമായ ലഫ്ള്. അതായത് കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാവും, രണ്ടർത്ഥമില്ല, ഡബിൾ മീനിങ് ഇല്ല. അത് കലാമൻ സരീഹാണ്, നേരെയുള്ള സംസാരമാണ്. നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു. അറബി പറയുകയാണെങ്കിൽ തല്ലത്തുക്കി, ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. മലയാളത്തിലാണ് ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്നൊരാൾ പറയുന്നു. അതല്ലെങ്കിൽ സമാനമായ മൊഴി ചൊല്ലിയിരിക്കുന്നു, ത്വലാഖിന്റെ നേരെ അർത്ഥമാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറയുന്നു അവിടെ ലാ യുൽതഫതു ഫിഹാ ഇല നിയ്യ, നീയത്തിലേക്ക് പിന്നെ നോക്കൂല എന്നാണ്. ഒരാൾ പറയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നൊരാൾ പറഞ്ഞാൽ അവിടെ നീയത്ത് നോക്കുകയില്ല, നീയത്ത് നോക്കുകയില്ല. അതല്ലെങ്കിൽ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ പറയാണ് ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ സ്വീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് എന്താ സംഭവിക്കും? ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി അള്ളാഹു താല ഉടമ്പടിയെ പറഞ്ഞത് മീസാക്കൻ ഖലീല, ബലവത്തായ ഒരു ഉടമ്പടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, കരാർ എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞിട്ട് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഇല്ല ഞാൻ വേറെന്തോ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നിക്കാഹായി, പിന്നെ അവന്റെ ഭാര്യയായി, അവന്റെ ഉത്തരവാദിത്തമായി, അത് ഒരു വാക്കിലൂടെ ആയിട്ടുണ്ട്. അപ്പൊ നേർക്ക് നേരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഖബിൽതു എന്ന വാക്കിന്റെ അർത്ഥമാണ് മലയാളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ നീയത്ത് അങ്ങനെ വെച്ചിട്ടില്ല, ഇന്നമല്ല അമാൽ ബിന്നിയാത്തല്ലേ എന്ന് ഹദീസ് ഓതരുത്. കാരണം ഇത് പണ്ഡിതന്മാർ പറഞ്ഞു നേർക്ക് നേരെയുള്ള ലഫ്ളുകൾ ഉടമ്പടികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുക. അപ്പൊ ത്വലാഖിൽ പ്രത്യേകിച്ചും ഗൗരവപ്പെട്ട കാര്യമാണ്. ചില ആൾ ഞാൻ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്ന് പറയും, പിന്നെ പറയും ഞാൻ ദേഷ്യം പിടിച്ചിട്ടാണ്, പിന്നെ പറയും ഞാൻ വെറുതെ ആണ്, പേടിപ്പിക്കാനായിരുന്നു. കാര്യമില്ല. അല്ല തമാശക്ക് പറഞ്ഞാണ്, നിന്നൊന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതാണ്, കാര്യമില്ല. നീ ത്വലാഖ് ചെയ്തിരിക്കുന്നു എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ത്വലാഖ് സംഭവിച്ചിരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യമാണ് നിനക്ക് തിരിച്ചെടുക്കാം, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ പ്രാവശ്യവും അങ്ങനെ ആവർത്തിച്ചാൽ തിരിച്ചെടുക്കാം. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം സംഭവിച്ചാൽ നിനക്ക് നിന്റെ ഉദ്ദേശത്തെ തിരിച്ചെടുക്കാൻ നിനക്ക് സാധിക്കുകയില്ല, അത് കഴിഞ്ഞു. അത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഉഖൂദുകൾ പിന്നീട് എങ്ങനെ സംഭവിക്കാം? കിനായത്ത് ഉണ്ടാവാം. കിനായത്ത് എന്ന് പറഞ്ഞാൽ വ്യംഗ്യമായ സൂചന. ഉദാഹരണത്തിന് തലാഖ് ചെയ്തിരിക്കുന്നതിന് ചിലപ്പോൾ ചില ആൾക്കാർ പറയും നിന്നെ നീ വീട്ടിലേക്ക് പോയിക്കോ, ഇനി ആ രൂപത്തിൽ പറയും, മതിയായി ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ. ഇത്തരം രൂപത്തിലുള്ള സംസാരമാണ്. ഇത് നേർക്ക് നേരെയുള്ള സംസാരമല്ല, നേർക്ക് സ്വരീഹായ പദമല്ല. ഇവിടെ നീയത്താണ് ഇവിടെ പരിഗണിക്കുക. ഒരാൾ നീ വീട്ടിലേക്ക് പോയിക്കോളൂ, എനിക്കിനി വേണ്ടതില്ല നിന്നെ എന്ന് പറഞ്ഞ് ത്വലാഖ് നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ത്വലാഖാവും. ത്വലാഖ് നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ ത്വലാഖാവും. പക്ഷെ ഒരാൾ അങ്ങനെ നീയത്താക്കിയിട്ടില്ല, വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞാണ്, ഇനിയായിട്ടൊരു ബന്ധമില്ല, നീ വീട്ടിൽ പോയിക്കോ, എനിക്ക് നിന്നെ കാണണ്ട, ഈ രൂപത്തിൽ സംസാരിച്ചു. പക്ഷേ
അയാൾ നീയത്ത് ത്വലാഖിന്റെ നീയത്ത് അല്ലെങ്കിൽ അവിടെ ത്വലാഖ് സംഭവിക്കുകയില്ല. കാരണം അവിടെ കിനായത്താണ്, വ്യംഗ്യമായ വർത്താനേ പറഞ്ഞിട്ടുള്ളൂ, വ്യംഗ്യമായ വർത്തമാനേ പറഞ്ഞിട്ടുള്ളൂ, നേർക്ക് നേരെ പറഞ്ഞിട്ടില്ല. അപ്പം അവിടെ നീയത്ത് പരിഗണിക്കും. അവിടെ ഒരാൾ നീയത്ത് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അത് സംഭവിക്കും, അത് സംഭവിച്ചിട്ടുണ്ടാകും. അത് അയാൾക്കറിയാം. നീയത്ത് ഒരാളുടെ മനസ്സിൽ അയാൾക്കത് അറിയാം. ഇനി അയാളത് എത്ര മറച്ചു വെച്ചാലും ഫലത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ പിന്നീട് അത് ഈ കുറ്റക്കാരനായി തീരും. അത് ഗൗരവമുള്ള കാര്യമാണ്. വ്യംഗ്യമായിട്ടുള്ള വർത്തമാനമാണ് എങ്കിൽ അവിടെ നീയത്ത് പരിഗണിക്കും. എന്നാൽ നേർക്ക് നേരെയുള്ള സ്വരീഹായ പദമാണ് ഒരാൾ ഉപയോഗിച്ചത് എങ്കിൽ അവിടെ നീയത്ത് പോലും പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ടാമത് ഉടമ്പടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. മൂന്നാമത്തത് പരസ്പരമുള്ള ഹക്കിടപാടുകൾ ഉണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, കടം കൊടുക്കുന്ന സമയത്ത്, കടം വാങ്ങുന്ന സമയത്തൊക്കെ ഹക്കിടപാടുകൾ സംഭവിക്കുമ്പോഴും അവിടെയും നേർക്ക് നേരെയുള്ള സംസാരത്തിൽ എന്താണോ പറഞ്ഞത് അതേ പരിഗണിക്കുകയുള്ളൂ, അല്ലാതെ നീയത്തുകൾ പരിഗണിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഉദാഹരണം പറയണം. ഒരാൾ മറ്റൊരാളുടെ അടുക്കൽ നിന്നും എന്ത് ചെയ്യാണ്, 1,00,000 രൂപ കടം വാങ്ങിയിട്ട് അയാൾ പറഞ്ഞു, ഞാനിത് അയാളിപ്പോൾ ഈ മാസത്തിലാണ് വാങ്ങിയത്, അപ്പോൾ അത് ജൂലൈ മാസമാണ്. അയാൾ പറയാണ് ഞാൻ സെപ്റ്റംബറിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നേർക്ക് നേരെ മനസ്സിലാകുന്നത് എന്താണ്, ഇത് ജൂലൈ ആണ്, ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഞാൻ തരും, ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിന്റെ ഗ്യാപ്പ് എനിക്ക് വേണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അയാളോട് സെപ്റ്റംബറിൽ ചോദിക്കുമ്പോൾ അയാൾ പറയാണ് ഞാൻ മനസ്സിൽ നിയത്താക്കിയത് 2030 സെപ്റ്റംബർ ആണ്. കാര്യമില്ല. ഇന്നമല്ല അമാൽ ബിന്നിയ, നിയത്തിന്റെ അടിസ്ഥാനത്തിൽ നീയത്ത് മനസ്സിലല്ലേ, പറയണ്ടല്ലോ എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം ഉടമ്പടികളുടെ ഇത്തരത്തിലുള്ള ഹക്കിടപാടുകളുടെ ഹുക്കൂക്കുകളുടെ കാര്യത്തിൽ നമ്മൾ എന്താണോ പറഞ്ഞത്, എന്താണോ എഴുതി, ഇത് എഴുതുകയും ചെയ്യും. ഞാൻ സെപ്റ്റംബറിൽ തരുന്ന എഴുതും. എന്നിട്ട് ഇയാൾ പറയുകയാണ് ഞാൻ മനസ്സിൽ നിയത്താക്കി 2030 കാര്യമില്ല. അപ്പോൾ അയാൾ ഈ ഹദീസ് ഉദ്ദേശിച്ചിട്ട് ഇന്നമല്ല അമാൽ ബിന്നിയാത്ത് എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടുകയില്ല. ഇസ്ലാമിക കോടതിയിൽ പോയാൽ എന്താണോ നീ പറഞ്ഞത്, എന്താണോ നീ എഴുതിയത്, അതാണ് പരിഗണിക്കുക. അള്ളാഹുവിന്റെ അടുക്കലും അത് തന്നെയാണ് പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യമീനുക, നിന്റെ സത്യം എന്ന് പറയുന്നത് അലാമാ യുസദ്ദിഖുക ബിഹി സാഹിബുക്, നിന്റെ കൂട്ടുകാരൻ നിന്നെ കേട്ട് വിശ്വസിച്ചത് എന്താണോ അതാണ് നിന്റെ സത്യം. അല്ലാതെ സത്യം ഉള്ളിൽ ഞാൻ വേറെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ വേറെ ഉദ്ദേശിച്ചതാണ്, ഞാൻ തരാമെന്ന് പറഞ്ഞത് അത് പിന്നെയാണ്, ഇപ്പം തരാമെന്നല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അയാൾ കേൾക്കുമ്പോൾ ഇത് പറഞ്ഞത് കൊണ്ടാണ് അയാൾ നിനക്ക് തന്നത്, അല്ലെങ്കിൽ ഈ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഈ കരാറിൽ നീ പറഞ്ഞത് കൊണ്ടാണ് അയാൾ നിന്നായിട്ട് തന്നത്, ആ കരാറിലേറ്റത്. അപ്പം ഞാൻ നീയത്ത് വേറെ ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. അത് നമ്മൾ എന്താണോ ബാഹ്യമായി പറയുന്നത് അതാണ് നമ്മുടെ നീയത്തായിട്ടും പരിഗണിക്കുകയുള്ളൂ. മനസ്സിലപ്പോൾ വേറെ നീയത്ത് വെച്ചിട്ട് കാര്യമില്ല എന്നാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത് ഇബാദത്തുകളാണ്, അത് ശരിയാകാൻ തന്നെ നീയത്ത് വേണം, നീയത്തില്ലെങ്കിൽ ഇബാദത്തുകൾ ശരിയാവുകയില്ല. രണ്ടാമത്തേത് ഉഖൂദുകളാണ്, ഉടമ്പടികളാണ്. അവിടെ നേർക്ക് നേരെ പദം പറഞ്ഞാൽ അവിടെ നീയത്ത് പോലും നോക്കുകയില്ല, അത് സംഭവിക്കും. എന്നാൽ വ്യംഗ്യമായ സൂചനയാണെങ്കിൽ അവിടെ നീയത്താണ് പരിഗണിക്കുക. പിന്നെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഹുക്കൂക്കുകളാണ്, ഹക്കിടപാടുകളാണ്. അവിടെയും നമ്മൾ എന്താണോ വായ കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ കൈ കൊണ്ട് എഴുതുന്നത് അതാണ് പരിഗണിക്കുക. പിന്നീട് നീയത്ത് വേറെയായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരാൾക്ക് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. 4ാമത്തെ ഇനം നാവ് കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഒന്നാം നമ്മൾ ഇവിടെ ഉള്ളതെന്ന് ഓർമ്മയാണ്. ഇബാദത്തുകളിൽ ആദ്യം അക്വാലുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 4ാമത്തത് ഇനി വരുന്നത് സായിറുൽ കലാം, മറ്റ് സംസാരങ്ങൾ. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ഇത് ഇബാദത്തല്ല, ഉടമ്പടികളുമല്ല, കരാറുകളും ഹക്കിടപാടുകളും ഒന്നുമല്ല, അതല്ലാത്ത രൂപത്തിലുള്ള സംസാരം. അതല്ലാത്ത രൂപത്തിൽ സംസാരമാണെങ്കിൽ സാധാരണ നമ്മൾ വർത്താനൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ മറ്റു അങ്ങനെയുള്ള വർത്തമാനങ്ങളിൽ നമ്മൾ എന്താണോ നീയത്ത് വെക്കുന്നത് അതാരും പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പണ്ഡിതന്മാർ ഉദാഹരണം പറയാറുണ്ട്. ഒരാൾ വീട്ടിലിരിക്കുകയാണ്, ഒരാൾ വീട്ടിൽ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ വാതിൽ മുട്ടി, വേറൊരാൾ വാതിൽ മുട്ടി വിളിച്ചു, ഉപ്പ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ മകനോട് പറഞ്ഞു ഉപ്പ കിടന്നെന്ന് പറഞ്ഞത്. ഉപ്പ കിടന്നെന്ന് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക, ഉപ്പ ഉറങ്ങിയെന്നാണ്. പക്ഷെ ഉപ്പ കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ. അവിടെ ഇയാൾ എന്താണോ നീയത്താക്കിയത് അതേ വരികയുള്ളൂ. അവിടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, അവിടെ വേണമെങ്കിൽ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ഇത് നല്ലൊരു മസ്ലഹത്തിന് വേണ്ടി അത്യാവശ്യത്തിന് ഉപയോഗിക്കാവും. ഇത് നീ കൂടുതൽ ഉപയോഗിച്ചാൽ ആളുകൾ പറയും ഇവനെപ്പോഴും ഇങ്ങനത്തെ ആളാണ്, ഇവനെ എപ്പോഴും കളവ് പറയുന്ന ആളാണ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചില മസ്ലഹത്തുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ന് വിളിക്കുന്ന ആൾ നിന്നെ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പാതിര വരെ നിന്നെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി കറക്കി നിന്റെ സുബഹി വരെ നഷ്ടപ്പെടുത്തുന്ന ആളാണ് എന്ന് വിചാരിക്കുക. ഒരു ഫായിദ ഇല്ലാത്ത ആളായിരിക്കും. പോയാൽ ദീനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുന്യവിയായിട്ടോ ഉപകാരം ഒന്നും നിനക്ക് ഉണ്ടാവില്ല, വെറുതെ സമയം കളയാൻ വേണ്ടി വിളിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഉപയോഗിക്കാം. ഞാൻ കിടക്കുകയാണ് എന്ന രൂപത്തിൽ, ഞാൻ കിടക്കുന്ന സമയം 9 മണിയാന്ന് 10 മണിയാന്ന് പറഞ്ഞാൽ ഇത് വെറുതെ പോയി 10 മണിക്ക് കിടന്നാൽ മതി, ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടെ
ഇത്തരത്തിൽ ഉപയോഗിക്കാം. പക്ഷെ നീ അധികം ഉപയോഗിക്കരുത്. അധികം ഉപയോഗിച്ചാൽ പിന്നെ ആളുകൾ എന്ത് പറയും, ഇവനെപ്പോഴും ഇങ്ങനെ സംസാരിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ അത് ആവശ്യത്തിന് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ വിളിക്കുന്ന ആൾ ചിലപ്പോൾ ഒരുപാട് ഗീബത്ത് പറയുന്ന ആളായിരിക്കും, വെറുതെ ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയാം, ഒരു ഉപകാരമില്ലാത്ത വർത്തമാനം പറയാം, അങ്ങനെയുള്ള ആളായിരിക്കും. അപ്പോൾ അയാൾ കൂടെ പോവാതെ വരൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ പിണങ്ങിപ്പോവും, അയാൾ ചിലപ്പോൾ ബന്ധമില്ലാതായിപ്പോവും. ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിയാവുന്നതാണ്. കാരണം ഇത് സാധാരണ സംസാരമാണ്. പക്ഷേ ഇടപാട് പോലത്തെ കാര്യങ്ങളിൽ നീ പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഞാൻ നിയത്ത് വേറെയായിരുന്നു എന്ന് കുഴപ്പമില്ല, അവിടെ നിയത്ത് വേറെയായിരുന്നു എന്ന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും 4 നമ്മൾ പറഞ്ഞത് അക്വാലുകളെ കുറിച്ചിട്ടാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു അമലുകളുടെ രണ്ടാമത്തെ ഇനം അത് അഫ്ആലുകളാണ്, പ്രവർത്തനങ്ങളാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന നാവല്ലാത്ത മറ്റവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. 1 ഇബാദത്തുകളാണ്, 2 ആദാത്തുകളാണ്, ദൈനംദിന പ്രവർത്തനങ്ങളാണ്. ഇബാദത്ത് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇബാദത്തുകൾ നമ്മൾ നിസ്കരിച്ചു, നമ്മൾ പള്ളിയിലേക്ക് നടന്നു വന്നു, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ചെയ്യുന്ന നോമ്പ് പോലെയുള്ള ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഹജ്ജ്, ഉംറ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് സ്വഹീഹാകണമെങ്കിൽ നീയത്ത് കൂടിയേ തീരും. അതാണ് ഈ ഹദീസിന്റെ കാതൽ തന്നെ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുമ്പോൾ നേർക്കുനേരെ ഈ ഒരു കാര്യമാണ് വരുന്നത്. ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഏത് അമലുകൾക്കും നീയത്തുണ്ടെങ്കിലേ അത് സ്വഹീഹാവുകയുള്ളൂ എന്ന കാര്യം. അത് സ്വഹീഹാകാനും പ്രതിഫലം കിട്ടാനും നീയത്തുണ്ടായാലേ മതിയാകും. എന്നാൽ രണ്ടാമത്തേത് ആദാത്തുകൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് സ്വഹീഹാകാൻ നീയത്തിന്റെ ആവശ്യമില്ല. ദൈനംദിന പ്രവർത്തനം, നീ ഭക്ഷണം കഴിച്ചത് ശരിയാകണമെങ്കിൽ നീ നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല, നീ ഉറങ്ങിയത് ശരിയാകണമെങ്കിൽ നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നീ നീയത്തില്ലാതെ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഉറങ്ങിയാലും ഉടുത്താലും ഒന്നും നിനക്ക് കുറ്റമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആദാത്തുകൾ നല്ല നീയത്ത് വെക്കുകയാണ് എങ്കിൽ നിനക്ക് നല്ല പ്രതിഫലാർഹമായ കാര്യമാക്കി തീർക്കാൻ പറ്റും. നീ രാത്രി നേരത്തെ കിടന്നുറങ്ങുമ്പോൾ നിന്റെ നീയത്ത് നീ എന്ത് ചെയ്യുക, നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാം, ഫജർ നല്ല ഉന്മേഷത്തോടു കൂടി പള്ളിയിൽ പോകാം. അതുപോലെ നല്ല ഇബാദത്തുകളൊക്കെ രാവിലെ ദിക്റൊക്കെ ചെയ്ത് ഇരിക്കാം, ഇങ്ങനെ നേരത്തെ കിടന്നുറങ്ങുക. അപ്പോൾ ആ ഉറക്കം ഒരു ഇബാദത്താകുക. അതുപോലെ നാളെ എനിക്ക് അധ്വാനിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നാളെ എനിക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ നന്നായി ഉറങ്ങണം. അപ്പോൾ ആ നീയത്തോടു കൂടി ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങുന്ന 7 മണിക്കൂറോ 8 മണിക്കൂറോ അത് പൂർണ്ണമായ പ്രതിഫലാർഹമായി തീരാണ്. അതുപോലെ അതിനു മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, നമ്മൾ അത്താഴം കഴിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ആ സമയത്തും നമ്മൾ നിയത്ത് വെക്കാണ്, ഈ ഭക്ഷണം കഴിക്കുന്നത്, എനിക്ക് ഭക്ഷണം കഴിച്ചാൽ എന്തായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് ഇബാദത്ത് എന്തായാലും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എത്ര ആൾക്കാരുണ്ട് നമ്മളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതെൻ്റെ തടി ഇബാദത്ത് ചെയ്യാനും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊക്കെയാണ് ഞാൻ ഈ കഴിക്കുന്നത്, നീയത്ത് വെക്കുന്നത്. അത് എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും, ഒരാൾ വളരെ വില കൂടിയ ഭക്ഷണം കഴിച്ചാലും വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചാലേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരീരം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് അയാൾ നീയത്ത് വെക്കുകയാണ്, ഞാനിത് കഴിക്കുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നീയത്തുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് ഒരാൾക്ക് പ്രതിഫലമുണ്ട്, ഇതുപോലെ തന്നെ എല്ലാ കാര്യവും നമ്മൾ വസ്ത്രം ധരിക്കും, സാധാരണഗതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കും. പക്ഷെ വസ്ത്രം ധരിച്ചാലേ നമ്മൾ നിസ്കാരം ചെയ്യാവുകയുള്ളൂ. നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഇബാദത്തും കൂടി എനിക്കിതുകൊണ്ട് ചെയ്യാനുണ്ട്, അല്ലെ? ആ പറയുന്ന രീതിയിൽ നമുക്ക് ഭൗതികമായ എന്ത് കാര്യവും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് ആദാത്തു അഹ്ലിൽ ഇബാദാത്ത്, നല്ല ഉണർവോടുകൂടി ചെയ്യുന്ന ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും പ്രതിഫലാർഹമായിരിക്കും. എന്നാൽ ഇബാദാത്തു അഹ്ലിൽ ഗഫ്ല ആദാത്ത്, നല്ല അശ്രദ്ധ പറ്റിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്ത് തന്നെ അത് ദൈനംദിന പ്രവർത്തനം പോലെ ആയിപ്പോകും. അള്ളാഹു നമുക്ക് ആക്കട്ടെ. കാരണം നമ്മൾ നിസ്കാരവും നമ്മൾ പലതും ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അവസാനം അത് പ്രതിഫലമില്ലാത്ത അമലായിത്തീരും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതാണ് പ്രധാനപ്പെട്ട. ഇനി ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരമായി ആളുകൾക്കുണ്ടാകാവുന്ന കാര്യമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ദർസിന്റെ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 1. ഹൽ നിയ്യത്തു ത്വയ്യിബ ഫി ബാബിൽ ഇബാദാത്ത് തജഅലു ഗൈറൽ മശ്റൂഇ ഇബാദ. ഒരാൾക്ക് നല്ല നീയത്തുണ്ട് എങ്കിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ നല്ല നീയത്ത് ഒരാൾക്കുണ്ടെങ്കിൽ, ഷർആക്കാത്ത ഒരു അമൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഷർആക്കാത്ത ഒരു അമൽ അത് ഇബാദത്താക്കി പ്രതിഫലാർഹമാക്കി തീർക്കാൻ പറ്റുമെന്നാണ്. നീയത്ത് നല്ലതുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നല്ല. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളുടെ ധാരണ അതാണ്, നമ്മൾ നല്ല നീയത്തിലാണ് ചെയ്യുന്നത്, മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നല്ല ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നല്ല ഈ ഹദീസിന്റെ ആ അരഭാഗമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ. അതുപോലെ നമ്മൾ നബിദിനം കഴിക്കുന്നത് നല്ല നീയത്തിലാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നബിനോടുള്ള സ്നേഹം ഇബാദത്തല്ലേ, ആ നബിനോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത് എന്നൊക്കെ ആളുകൾ പറഞ്ഞോളെ. പക്ഷേ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അത് പല നിലക്ക് അതിനുള്ള മറുപടിയുണ്ട്. ഒന്ന്, ഈ നല്ല ചിന്തകളോടുകൂടി വന്ന 3 ആളുകളുടെ വിഷയം തന്നെ നമുക്ക് ആദ്യം പറയാം. 3 ആളുകൾ ഉണ്ടായിരുന്നു.
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യമായ ഇബാദത്തുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അവിടുത്തെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ ഭാര്യമാരിൽ ചിലരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കുകയും ഉണ്ടായി. പക്ഷേ അവർ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഫകഅന്നഹും തഖാലൂഹ, അവർക്കത് കുറവാണെന്നാണ് തോന്നി. അത് വലിയ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരുപാട് ഭയങ്കരമായ ഇബാദത്തുകളായിരിക്കും എന്നൊക്കെ അവർ ധരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് ഇബാദത്തൊന്നും അങ്ങനെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു അമ്മ അന ഫഅഖൂമു വല അർഖദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ആദ്യം ഒരു കാര്യം പറയുകയും ചെയ്തു, അവിടുത്തേക്ക് കഴിയുന്നതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്താണ്. അവിടെ ചിലപ്പോൾ അത്ര മതിയായിരിക്കും, നമ്മൾ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ എന്നാൽ അങ്ങനെ ആയിരിക്കില്ല, അന ഫഅഖൂമു വല അർഖദ്, രാത്രിന് എപ്പോഴും ഞാൻ ഫുള്ള് നിസ്കരിക്കും, പകലെങ്ങനെ ഉറങ്ങുള്ളൂ, രാത്രി മുഴുവൻ നിസ്കരിക്കും, ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു അമ്മ അന അസൂമു വല അഫ്തിർ, ഞാൻ പകൽ എല്ലാ ദിവസവും നോമ്പെടുക്കും, സുന്നത്ത് നോമ്പെടുക്കും, ഒരിക്കലും നോമ്പ് ഒഴിവാക്കൂല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു അമ്മ അന ഫല അത്സവജു നിസ, ഞാൻ നിക്കാഹ് കഴിക്കുന്നില്ല, കാരണം കല്യാണം കഴിച്ചാലാണ് ഒരുപാട് ശുഗലുകൾ തിരക്കുകൾ അതുമായി ബന്ധപ്പെട്ട് ഇബാദത്തിന് തടസ്സമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, വേറൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഈ മൂന്നാളുകളുടെ ഉദ്ദേശം നിങ്ങൾ ശരിക്കും നോക്കണം, നല്ല ഉദ്ദേശമാണ്, നല്ല നീയത്താണ്. എന്താണ് അവരുടെ നീയത്ത്? അള്ളാഹുലേക്ക് അടുക്കണം. വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഭൗതികമായ ഒരു ഉപകാരം കിട്ടാനൊന്നുമല്ല. അവർ ഉറങ്ങാതിരിക്കുന്നത് ഫുട്ബോൾ കളി കാണാനല്ല, അവർ നോമ്പെടുക്കുന്നത് അവരുടെ ഡയറ്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് അവർക്ക് ഒറ്റക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല. മൂന്നാളുകളും ഈ കാര്യം ചെയ്തത് അള്ളാഹുലേക്ക് അടുക്കണം, കൂടുതൽ ഇബാദത്തുകൾ അത് ശക്തമാക്കണം എന്ന് നല്ല നീയത്താണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ശക്തമായ ഭാഷയിൽ ശകാരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു അമ്മ വല്ലാഹ്, അള്ളാഹുവാണ്, ഇന്നീല അഷ്ഖാക്കും ലില്ലാഹ് വ അത്ഖാക്കും ലഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഏറ്റവും സൂക്ഷ്മത കാണിക്കുന്നതും ഞാനാണ്. ലാകിന്നി അസൂമു വ ഉഫ്തിർ, ഞാൻ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവിടെ നോമ്പെടുത്താൽ ഒരേ നോമ്പായിരിക്കും, നോമ്പ് ഒഴിവാക്കിയാൽ തീരെ നോമ്പെടുക്കാത്ത പോലെ ആയിരിക്കും. നോമ്പെടുക്കുകയും ഒഴിവാക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഔസല്ലി വ അർഖദ്, ഞാൻ ഉറങ്ങുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യും. വഅതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ എന്നിൽ പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശക്തമായ ഭാഷയിലാണ് അവർ ശകാരിച്ചത്. അവരാരും മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലല്ല. അപ്പൊ നല്ല നീയത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇബാദത്തുകൾ എന്താവുന്നില്ല, അത് നല്ലതാവുന്നില്ല. മറിച്ച് ഇബാദത്തുകൾക്ക് 2 ഷർത്തുകളുണ്ട്. അതിലൊരു ഷർത്ത് മാത്രമാണ് നീയത്ത്, നല്ല നീയത്തുണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തെ ഷർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു അതിൽ എൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അതുകൂടി നോക്കണം. അല്ലാതെ നിങ്ങൾ നല്ല നീയത്തുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അമൽ എന്താവുന്നില്ല, നന്നാവുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കുക. സാധാരണക്കാരെ ഒരുപാട് ആളുകൾക്ക് ഇത് അറിയില്ല. അവർ പറയുന്നത് അവർ നബിദിനത്തിന് ആരെങ്കിലും പൈസ വെച്ചാൽ അതിന് കൊടുക്കുന്നത്, ഇനി ഉറൂസിന് വെച്ചാൽ കൊടുക്കുന്നത്, ഞാൻ കുറച്ച് പാവങ്ങൾ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് നല്ല നീയത്തിലാണ്. പക്ഷേ വളരെ ഗൗരവമുള്ള ശിർക്കൻ ബിദ്അത്ത് പ്രവർത്തികൾക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നീ നല്ല നീയത്തിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് നിന്റെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കണം എന്നില്ല. നീ നല്ല നീയത്തിൽ മഗ്രിബ് നിസ്കാരം 4 നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 4ാമത്തെ റക്അത്തിൽ നീ എത്ര ദിക്റും എത്ര ദുആയും എത്ര ഫാത്തിഹ എന്ത് ഓതിയാലും ശരി 4 റക്അത്തും ബാത്തിലാണ്. വേണ്ട, നീ 4ാമത്തെ റക്അത്തിലേക്ക് മനഃപൂർവ്വം എഴുന്നേറ്റാൽ തന്നെ നിസ്കാരം ബാത്തില. മനഃപൂർവ്വം നീ എഴുന്നേറ്റാൽ മതി. അവിടെ തശഹുദിന് ഇരിക്കുന്നതിന് പകരം മനഃപൂർവ്വം, ഓർമ്മയില്ലാതല്ല, മനഃപൂർവ്വം ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ തന്നെ നിസ്കാരം ബാത്തിലായി. പിന്നെയാണ് ബാക്കി പൂർത്തിയാക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം മനഃപൂർവ്വം സിയാദത്ത് കൊണ്ടുവന്ന് നിസ്കാരം ബാത്തിലായി, അത് തള്ളിപ്പോകുന്നതാണ്. അത് എത്ര നല്ല നീയത്തുണ്ടായാലും ശരി, നീ സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഇത്തിബാ കൂടി വേണം എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരവും അതാണ്. 2, അദ്ദേഹം പറയുന്നു വന്നീയത്തുൽ ഖബീസ ഹൽ തുസയ്യിറുൽ അമല ത്വയ്യിബ ഖബീസൻ, മോശം നീയത്ത് നല്ല അമലിനെ മോശമാക്കി കളയുമോ എന്നാണ്. നീയത്ത് മോശമാണ് പക്ഷെ അമല് നല്ലതാണ് എന്ന് വെച്ചാൽ അമൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അമൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടത് തന്നെ, പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടത് തന്നെ, പക്ഷെ നീയത്ത് മോശമാണ് എങ്കിൽ അതിനെ ബാധിക്കുമോ എന്നാണ്. അതിനെ ബാധിക്കും, അതിനെ വളരെ ഗൗരവത്തിൽ ബാധിക്കുന്നതായിരിക്കും. ഉദാഹരണം, ദീനിൽ വളരെയധികം പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് ദീന് പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, അത് പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിങ്ങൾ അനവധി കേട്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് മൻ തഅല്ലമ ഇൽമൻ മിമ്മ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിക്കപ്പെടേണ്ടതായ ഒരു ഇൽമ് ആരെങ്കിലും പഠിച്ചു, പക്ഷേ ലാ യതഅല്ലമഹു ഇല്ലാ യുസീബ ബിഹി അർളൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ചില വിഭവങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ലാതെ അവൻ പഠിച്ചിട്ടില്ല. അവൻ പഠിക്കുന്നതിന് പിന്നെ ചില ദുന്യവിയായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടല്ലാതെ അവൻ പഠിച്ചിട്ടില്ല എങ്കിൽ ലം യജിദ് അറഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ പരിമളം തന്നെ അവൻ ലഭിക്കുകയില്ല എന്നാണ് പറഞ്ഞത്.
സ്വർഗത്തിന്റെ പരിമളമാകട്ടെ അത് എത്രയോ ദൂരം വഴിദൂരം അത് വീശിയടിക്കുന്നതാണ്, അത് അവൻ ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നല്ല നീയത്തുണ്ട്, നല്ല അമലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് നന്നാകണമെന്നില്ല, മറിച്ച് നീയത്തും കൂടി നന്നായിരിക്കണം. നീയത്ത് മോശമാണെങ്കിൽ അമല് മോശമാകും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ അയാൾ തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത് സ്വതക്ക കിട്ടും, സ്വതക്ക ദാനം ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്നറിയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത്തരത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഒരാളുടെ നീയത്ത് മറ്റൊരു സ്ത്രീയുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന നീയത്തോടു കൂടിയാണ് തന്റെ ഭാര്യയുമായി ഒരാൾ ബന്ധപ്പെടുന്നത് എങ്കിൽ അത് ഹറാമായി തീരുമെന്നാണ് പറയുന്നത്. അത് ഹറാമായി തീരും. കാരണം മോശം നീയത്ത് നല്ല അമലിനെ മോശമാക്കി കളയും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എന്ത് നല്ല കർമ്മമാണെങ്കിലും ശരി, മോശം നീയത്ത് ഒരാൾക്കുണ്ട് എങ്കിൽ ആ അമല് മോശമായി തീരും എന്നാണ് അതിന്റെ ചുരുക്കം. മൂന്നാമത്തെ ചോദ്യം, ഹൽ യുഷ്തറത്തു ലിന്നീയത്തി ലഫ്ളുൻ, നീയത്തിന് ലഫ്ള് ആവശ്യമുണ്ടോ? നീയത്ത് നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യം നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്തിന്റെ മഹൽ, അതിന്റെ സ്ഥാനം ഖൽബാണെന്നുള്ളത് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യം. അത് ഖൽബിലാണ് അതിന്റെ സ്ഥാനം. ഖൽബിൽ അത് ശരിയായാൽ അത് സ്വഹീഹായി എന്നുള്ളതാണ് ഏകാഭിപ്രായം. അത് ഖൽബാണ് പരിഗണിക്കുക എന്നർത്ഥം. നാവ് കൊണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നീ നാവ് കൊണ്ട് ഞാൻ മഗ്‌രിബ് നിസ്കരിക്കുന്നത് എന്ന് പറയുന്നു, പക്ഷെ മനസ്സിൽ ളുഹറാണ് അല്ലെങ്കിൽ മനസ്സിൽ അസറാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അപ്പം മനസ്സിൽ എന്താ കരുതിയത് അതാണ് അടിസ്ഥാനം. എന്നാൽ ആ മനസ്സിൽ കരുതിയ കാര്യം നാവ് കൊണ്ട് പറയേണ്ടതുണ്ടോ? അത് പറയേണ്ടതില്ല. എന്തുകൊണ്ടാണ് പറയേണ്ടതില്ല എന്ന് പറയുന്നത്? കാരണം അതൊരു ഇബാദത്താണ്. ഇബാദത്ത് നമ്മുടെ ഗവേഷണങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഗവേഷണങ്ങൾക്ക് വകുപ്പില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിരക്കണക്കിന് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പോലും ജമാഅത്ത് നിസ്കാരത്തിനോ അതല്ലാത്ത സമയത്തോ നീയത്ത് ചൊല്ലി പറഞ്ഞതായിട്ട് നമുക്കറിവില്ല. നിസ്കാരത്തിനില്ല, നോമ്പിനില്ല, ജക്കാത്തിനില്ല, ജിഹാദിനില്ല, ഒന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീയത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ബിദ്അത്തായി തീരും, അത് കുറ്റകരമായ കാര്യമായി തീരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് എന്താണോ നമ്മൾ മനസ്സിൽ അത് കരുതുന്നത് അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുക. നമ്മൾ നിസ്കരിക്കാനാണ് മനസ്സിൽ കരുതുന്നത്, അതങ്ങ് നിർവഹിക്കുക, അത് മതി. മഹല്ല് അത് ഖൽബാണ് എന്ന് മാത്രം. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് രണ്ട് ഇബാദത്തുകൾക്ക് അല്ലെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിൽ അവിടെ നീയത്ത് ഒരാൾക്ക് പറയാമെന്ന് പറയുന്നുണ്ട്. അത് നീയത്താണോ അതല്ല അവിടെയുള്ള ദിക്റാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു രണ്ട് സാഹചര്യത്തിൽ പറയാം. കാരണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒന്ന് ഉംറയുടെയും ഹജ്ജിന്റെയും സമയത്താണ്. ഉംറ ഹജ്ജ് സമയത്ത് നമ്മൾ മീഖാത്തിലുള്ള സമയത്ത്, അത് മീഖാത്തിലൂടെ കടന്നു പോകുന്നവർ അവിടെ മീഖാത്തിൽ എല്ലാ കാര്യവും ചെയ്തതിന് ശേഷം വാഹനത്തിൽ കയറിയതിനു ശേഷം പറയാനാണ് സുന്നത്ത് അവിടെ. അതല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്ന ആളുകൾ ഏകദേശം മീഖാത്ത് എത്തുന്നതിന് മുമ്പായിട്ട് അവർ പറയും ഉംറയാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്. ഇനി ഹജ്ജ് മാത്രം ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. ഇത് അതിൽ നിന്ന് ഒഴിവാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ വേറെ ചിലർ പറഞ്ഞത് അത് ഒരിക്കലും തന്നെ നീയത്തല്ല, മറിച്ച് അതൊരു ദിക്റാണ്. ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നിർബന്ധമായി ചൊല്ലേണ്ട ഒരു ദിക്റാണ് എന്നാണ്. എങ്ങനെയാണ് ചില പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത്? അത് നിസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അതുപോലെ തന്നെയാണ് ഇത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നുള്ളത് ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉംറ ശരിയാവില്ല, അത് നിർബന്ധമായിട്ട് പറയണം. അതേപോലെ തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. പക്ഷെ അതാണോ നീയത്ത്? അല്ല, നീയത്ത് അതിന് മുമ്പേ മനസ്സിലുണ്ട്. നിസ്കരിക്കേണ്ട നീയത്ത് മനസ്സിലുണ്ട്. എന്നിട്ട് ആദ്യം പറയുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും നിസ്കാരം ആരംഭിക്കുള്ളൂ. അതുപോലെയാണ് ഇത്. അതല്ലാതെ അത് നീയത്തല്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഉദ്ഹിയ്യത്തൊക്കെ അറക്കുമ്പോൾ അവിടെ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഹാദാ മിൻക വലക അല്ലാഹുമ്മ ഹാദാ അന്നി വഅൻ അഹ്ലി ബൈതി. അത് സുന്നത്താണ്, നിർബന്ധമല്ല. നമ്മൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിവ് നടത്തുക. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹാദാ മിൻക്, അല്ലാഹുവേ നിന്നിൽ നിന്നതാണ്, വലക്ക് നിനക്ക് വേണ്ടിയാണ് ഞാൻ അറക്കുന്നത്, അല്ലാഹുമ്മ ഹാദാ അന്നി വഅൻ അഹ്ലി ബൈതി, ഇത് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരു ആടിനാണ് അറക്കുന്നത്. അപ്പൊ അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ട്. അത് നീയത്തല്ല, മറിച്ച് അവിടെയുള്ള ദിക്റാണെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. അത് നീയത്ത് നമുക്ക് മനസ്സിലത് വേറെ തന്നെ വേണം എന്നാണ്. ഇതല്ലാത്ത എവിടെയും ഒരിക്കലും നീയത്ത് ചൊല്ലി പറയുക എന്നുള്ളതിന് ഇതിന് യാതൊരു തെളിവുമില്ല എന്ന് മനസ്സിലാക്കണം. ഇനി മത്തത്തക്കുനു നീയത്ത് എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? നീയത്ത് ഉണ്ടാകേണ്ടത് എപ്പോഴാണ്? പണ്ഡിതന്മാർ പറയുന്നത് നീയത്ത് അമലിന്റെ ആദ്യത്തിലാണ് ഉണ്ടാകേണ്ടത്. കാരണം നീയത്ത് നിബന്ധന, അതുകൊണ്ട് തന്നെ അമൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണം. അത് ഹഖീഖത്തനായിട്ടും ഹുക്കുമനായിട്ടും നീയത്തുണ്ട് എന്നാണ് പറയുന്നത്. ഹഖീഖത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ മനസ്സിലിങ്ങനെ കരുതും, ഞാനിതാ മഗ്‌രിബ് നിസ്കരിക്കുകയാണെന്ന് മനസ്സിലുള്ള നമ്മൾ ചിന്ത വരും.
അതല്ലെങ്കിൽ അസർ നിസ്കരിക്കുകയാണെന്നുള്ള ചിന്ത വരുന്നു. അതാണ് ഹഖീഖത്ത്, യഥാർത്ഥമായ നിയ്യത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിന്റെ വിധിയുള്ള ചില കാര്യങ്ങളുണ്ട്, അതും സഹിഹാണ്. ഒരാൾ മഗ്രിബ് വാങ്ങിക്കൊടുത്തപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ മഗ്രിബ് നിസ്കരിക്കണം എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെ വരുന്നത്. നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ നിയ്യത്തൊന്നും വെച്ചിട്ടില്ല, പ്രത്യേകമായി മഗ്രിബ് എന്നുള്ള ചിന്ത ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്കിലും അത് ശരിയാകും. വേറൊരു നിയ്യത്ത് അതിന്റെ ഇടയിൽ കൊണ്ടുവരാണ്ടിരുന്നാൽ മതി. അസറിന് എണീറ്റപ്പോൾ നേരെ പള്ളിയിലേക്ക് അസർ നിസ്കരിക്കണം എന്നുള്ള നിയ്യത്തിൽ തന്നെയാണ് ഉളു എടുക്കുന്നതും അതുപോലെ വണ്ടി എടുത്ത് വരുന്നത്, അല്ലെങ്കിൽ നടന്നു വരുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പള്ളി എത്തി കൈകെട്ടാ നേരത്തിൽ അസറാന്നൊരു പ്രത്യേക നിയ്യത്തൊന്നും അവന്റെ മനസ്സിൽ വന്നിട്ടില്ല എങ്കിൽ അത് ഹുക്കുമൻ, ആ നിയ്യത്തിന് വിധിയുണ്ട് എന്നാണ്. അത് അമല് ശരിയാകും. പക്ഷെ ആ സമയത്ത് കൂടി ഞാൻ ഇന്ന ഇബാദത്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇസ്തിഹ്ലാർ കൂടി അയാൾക്കുണ്ടായാൽ, ഒന്നുകൂടി അത് ഓർത്തെടുക്കുകയാണ് എങ്കിൽ അതാണ് കൂടുതൽ പ്രതിഫലാർഹമായത്. ഈ രണ്ട് രൂപത്തിലും നിയ്യത്തുണ്ടാകാം. അടുത്ത ചോദ്യം, ഹൽ യുഷ്തറതു അൻ തൂജദ നിയ്യതു ഫി കുല്ലി അമൽ. അമലിന്റെ ഉടനീളം നമുക്ക് നിയ്യത്ത് ഉണ്ടായിരിക്കേണ്ടതുണ്ടോ എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നു അത് ഷർത്തല്ല, നിബന്ധനയല്ല. നിബന്ധന ആയിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധ മാറുമ്പോൾ നമ്മൾ അമൽ ബാത്തിലായി പോകുമായിരുന്നു. മറിച്ച് അത് മുസ്തഹബ്ബാണ്, കൂടുതൽ പ്രതിഫലാർഹമായ കാര്യം. നമ്മൾ നിയ്യത്ത് മാറിപ്പോകുന്നതുകൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുന്നു, അശ്രദ്ധ സംഭവിച്ച് പല ബിസിനസിന്റെ കണക്കും മറ്റു ദുനിയാവിന്റെ കണക്കൊക്കെ നമ്മൾ മനസ്സിലേക്ക് കയറി വരുന്നത് നിയ്യത്ത് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറന്നു പോകുന്നതുകൊണ്ടാണ്. നമ്മൾ എന്തിലാണുള്ളത് എന്നുള്ള കാര്യം മറന്നു പോകുന്നതുകൊണ്ടാണ്. അതൊരാളുടെ അമലിനെ ബാത്തിലാക്കുന്നില്ല, അയാളുടെ പ്രതിഫലം കുറയും. പക്ഷേ ഒരാൾക്ക് ഉടനീളം ആ നിയ്യത്തുണ്ട് എങ്കിൽ അയാൾക്കാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക. നിസ്കാരം പറയുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ പ്രതിഫലം കണക്കാക്കുന്നത് തന്നെ എത്രത്തോളം അയാൾ അതിൽ ചിന്ത ഉണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത്രയാണ് അയാൾക്ക് പ്രതിഫലം കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളുടെ പ്രതിഫലങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും ഷർത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അമല് പോലും ചിലപ്പോൾ ഇല്ലാതായിപ്പോകും. ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ തന്നെ അമലുകൾ പൊളിഞ്ഞു പോകും. പക്ഷേ ഒരാൾ നിസ്കാരത്തിന്റെ ഇടയിൽ നിയ്യത്ത് മുറിക്കണം എന്നൊരു കാര്യം നിയ്യത്താക്കിയാൽ, അതായത് ഈ അമല് മുറിക്കണം എന്ന് നിയ്യത്താക്കിയാൽ അമല് ബാത്തിലായി പോകും. അത് വളരെ ഗൗരവമുള്ള കാര്യം. ഒരാൾ നിസ്കാരം ഞാനിത് നിർത്തണം, ഞാനിത് ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് മനസ്സിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അത് അമല് ഒഴിവാക്കും. നോമ്പാണെങ്കിൽ എന്താണ്, നോമ്പിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ നോമ്പ് യാത്രക്കാരനാണ്, അയാൾ നോമ്പ് മുറിക്കാന്ന് കരുതി നേരെ അവിടെ പോയി വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ വെള്ളമില്ല. അയാൾ മനസ്സിൽ കരുതിയതോടുകൂടി അയാൾ നോമ്പ് മുറിക്കും. വെള്ളം കുടിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതിയാൽ നമ്മൾ നോമ്പ് മുറിഞ്ഞു. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരാൾ ഞാൻ നിസ്കാരം ഒഴിവാക്കുകയാണ്, ഞാൻ വേഗം പോയി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് മനസ്സിൽ കരുതിയാൽ അയാൾ നിസ്കാരം മുറിഞ്ഞു. പക്ഷെ ഇതൊരു വസ്വാസാകേണ്ടതില്ല. അങ്ങനെ വെറുതെയുള്ള കേവലം ഇങ്ങനെ മുറിഞ്ഞു എന്നുള്ള തോട്ടുകൾ, അങ്ങനെയുള്ള ചിന്തകൾ പിശാചിട്ട് തരികയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ പെടുന്നില്ല. പക്ഷെ ഒരാൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്ന കാര്യമാണ്, കൽബിൽ ഉറപ്പിക്കുന്ന കാര്യത്തിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. കേവല തോന്നലുകൾ ഇങ്ങനെ വരുന്നതിന് നിയ്യത്ത് എന്ന് പറയില്ല, അതിന് വസ്വാസുകൾ എന്നാണ് പറയുന്നത്, ദുർബോധനങ്ങൾ മാത്രമാണ്. അങ്ങനെ മുറിക്കണം എന്നൊരാൾ അങ്ങനെ നിയ്യത്താക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നതാണ്, അങ്ങനത്തെ സാഹചര്യം തന്നെയാണ് നിയ്യത്ത് അത് മുറിഞ്ഞു പോകും എന്നാണ്. മറ്റൊരു ചോദ്യം, ഹൽ യജൂസു ഖൽബുൻ നിയ്യ. നിയ്യത്ത് നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ്. ഒരു നിയ്യത്ത് തുടങ്ങി എന്നിട്ട് പകുതി വെച്ചിട്ട് മാറ്റാൻ പറ്റുമോ? അത് പറ്റൂല എന്നാണ്. ഉദാഹരണത്തിന് ഒരാൾ അസ്ർ നിസ്കാരത്തിന് ലുഹറിന്റെ നിയ്യത്തിൽ കയറി, അയാൾ ലുഹറാന്ന് വിചാരിച്ചിട്ട് അസ്ർ നിസ്കാരത്തിന് പ്രവേശിച്ചു. അയാൾ പകുതി എത്തിയപ്പോഴാണ് മനസ്സിലായത്, അല്ലെങ്കിൽ തക്ബീർ ഇഹ്റാം കേട്ടിന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായി ഇത് അസ്റാണ്, നീ കയറിയത് ലുഹറിന്റെ നിയ്യത്തിലാണ്. ഉടനെ അവിടെ വെച്ചിട്ട് അസ്റിന്റെ നിയ്യത്തിലേക്ക് മാറ്റാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ മാറ്റിയാൽ രണ്ടമലുമില്ല, രണ്ടും ബാത്തിലായി. കാരണം അയാൾ കയറുമ്പോൾ അസറിന്റെ നിയ്യത്തില്ല, കയറുമ്പോൾ ലുഹറിന്റെ നിയ്യത്താണ് ഉള്ളത്, അതുകൊണ്ട് അസറായിട്ട് പരിഗണിക്കൂല. എന്നാൽ ലുഹറിന്റെ നിയ്യത്ത് എന്നുള്ളതിൽ പകുതി വെച്ചിട്ട് അസറിന്റെ നിയ്യത്തിലേക്ക് മാറ്റുമ്പോൾ അയാൾ ലുഹർ മുറിച്ചു, ലുഹറല്ല അതിന് അസറ എന്നാ പറയുന്നത്, അപ്പൊ അതും മുറിഞ്ഞു. അപ്പൊ രണ്ടും അയാൾക്ക് ഇല്ലാതായി പോകും എന്നാ പറയുന്നത്. അപ്പൊ നിയ്യത്ത് എപ്പോഴും തുടക്കത്തിൽ തന്നെ വേണം. എന്നാൽ അവിടെ ഒരു ഇസ്തിസ്ന ഉണ്ട്, ഒരു ഒഴികഴിവുണ്ട്, ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ശറഈയായ മസ്ലഹത്തിന് വേണ്ടി, വലിയ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു നിയ്യത്ത്. ഉദാഹരണത്തിന് ഒരാൾ ഇവിടെ വന്നിപ്പോൾ ലേറ്റായിട്ട് എന്ത് ചെയ്യാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ജമാഅത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്. ഒറ്റയ്ക്ക് അസ്ർ ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങി. ഒരു റക്കായത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു യാത്രാ സംഘം വന്നു, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അധികം വന്നു. അവരുടെ ഇഖാമത്തൊക്കെ കൊടുത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ ആരംഭിക്കുകയാണ് എന്ന് വിചാരിക്കുക. എങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഫർദിനെ സുന്നത്തായി നിയത്താക്കാം. അതായത് 4 റക്അത്തുള്ള അസ്ർ എന്നുള്ള ഫർദിനെ സുന്നത്തായി നിയത്താക്കാം. അങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ അയാൾക്ക് രണ്ടാമതൊരു തീരുമാനം എടുക്കാം. ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഉള്ളെങ്കിൽ അവിടുന്ന് കൈ അയച്ചിട്ട് ഈ ജമാഅത്തിൽ കൂടാം. ഇനി അതല്ല രണ്ടാമത്തെ റക്അത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവസാനം എത്തിയിട്ടുണ്ടെങ്കിൽ വേഗം തശഹദ് ചൊല്ലിയാൽ ആ 2 റക്അത്ത് കിട്ടും. എന്നിട്ട് ഈ ജമാഅത്തിൽ അയാൾക്ക് കൂടാവുന്നതാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അവിടെ വലിയൊരു മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അയാൾ എന്ത് ചെയ്യാണ്, വലുതെന്ന് ചെറുതിലേക്കാണ്, ഫർദിന് സുന്നത്തിലേക്കാണ് നിയത്താക്കുന്നത്. സുന്നത്ത് മാറ്റിയിട്ട് ഒരാൾക്ക് അത് ഫർദാക്കാൻ പറ്റൂല. സുബൈയിലെ 2 റക്അത്ത് സുന്നത്തിന് കൈ കെട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞ് സുബൈ തന്നെ ആക്കാം, സമയമില്ല, ഇന്നത്തെ സുബൈയിലെ 2 റക്അത്ത് സുന്നത്ത് വേണ്ട എന്നൊരാൾ ധരിച്ചാൽ അത് ശരിയാവില്ല, അത് ആവുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരു മസ്ലഹത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമാണ്.
അടുത്ത ചോദ്യം, ഹൽ യജൂസു അൻ യുശരിക ഫി നിയ്യ, നീയത്ത് നമുക്ക് അതിൽ തശ്രീഖു നിയ്യ, അതായത് ഒന്നിലധികം നീയത്തുകൾ ഒരു അമലിന് വെക്കുക എന്നുള്ളത് പാടുണ്ടോ എന്നുള്ളതാണ്. ഇത് വലിയ ഇബാദത്തിന്റെ കാര്യത്തിൽ വലിയ ഫിഖ് ഉണ്ടാകേണ്ട, അവഗാഹം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫിളല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ് ഫഅഖൂലു ബിഖ്തിസാർ, ചുരുക്കി പറയാം, ലാ യജൂസു അൻ യുശരിക ഇൻസാൻ ഫി അമലിൽ വാഹിദ് ബൈന ശഖ്സൈൻ, ഒരു അമലിൻ രണ്ടാക്കി നിയത്താക്കാൻ പറ്റൂല. അദ്ദേഹം ഉദാഹരണം പറയാണ്, ഒരാൾ ഉംറക്ക് പോവാണ്. അപ്പോൾ അയാൾ നേരത്തെ ഉംറ ചെയ്താണ്, അയാളിപ്പോൾ ഉംറക്ക് പോകുന്നത് ഉപ്പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ ഉമ്മയും മരിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരാൾ രണ്ടാക്കും കൂടി നിയത്താക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല, രണ്ടാക്കും കൂടി ശരിയാവില്ല. അതല്ലെങ്കിൽ വേറൊരാൾ ഞാനും എൻ്റെ ഉംറ ഇവൻ്റെ ഫസ്റ്റ് ഉംറയാണ്, അതോടൊപ്പം ഉപ്പാൻ്റെ ഉംറയും കൂടി ഇതിൽ ചേർക്കാം, അത് പറ്റില്ല, അത് ശരിയാവില്ല. നീ ആദ്യം ഉംറ ചെയ്ത് പിന്നെ നീ അടുത്ത നിയത്തിൽ വേറെ ഉപ്പാക്ക് ഉംറ ചെയ്യണം, അടുത്ത നിയത്തിൽ വേറെ ഉമ്മാക്ക് ഉംറ ചെയ്യണം. ഒരൊറ്റ നിയത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒന്നിലധികം ആളുകളെ അതിൽ ഭാഗവാക്കാക്കാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ശരിയായിട്ട് അനുവദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉദഹിയത്ത് പോലുള്ള കാര്യങ്ങൾ, അതൊറ്റ നിയത്തിൽ എല്ലാവർക്കും കൂടി ഒന്ന് മതി. അതങ്ങനെ തന്നെയാണ് നിസ്സാർസം കാണിച്ചത്. ഒരാളൊരു ഉരുവിനെ അറക്കുമ്പോൾ, ഒരാടിനെ അറക്കുമ്പോൾ കുടുംബത്തിന് എല്ലാവരും അതിൽ കണക്കാക്കി അവർക്ക് എല്ലാവർക്കും കൂടി അത് മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്കുകൾ കൊടുക്കുമ്പോൾ നമ്മളൊരു 10,000 രൂപ ഉണ്ട്, ഇപ്പം 5,000 രൂപ ഉമ്മാക്ക് വേണ്ടി ഞാൻ കൊടുത്തു, 5,000 രൂപ ഉപ്പാക്ക് വേണ്ടിയും കൊടുത്തു, അങ്ങനെയും കൊടുക്കാം. അത് നമുക്കങ്ങനെ വേറെ വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഉംറ എന്ന് പറയുന്നത് അങ്ങനെ ജുസ് ആക്കാൻ പറ്റിയ, ഭാഗമാക്കാൻ പറ്റിയ ഇബാദത്തല്ല. അവിടെ തവാഫ് ഉപ്പാക്ക് വേണ്ടി ഈ ഉമ്മാക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഉംറ ആകണമെങ്കിൽ മുഴുവൻ കിട്ടണം. തഹല്ലുലാകുന്നവരൊക്കെ ഒറ്റ കർമ്മമാണത്. അപ്പം അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ട്. 2 ഫർളുകൾ നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ അമലിൽ ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ളുഹറും അസ്റും നിസ്കരിക്കാനുണ്ട്, യാത്രക്കാരനാണ്. ഞാൻ ളുഹറും അസ്റും നിയത്താക്കിയിട്ട് 4 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നു, പറ്റൂല. 2 ഫർളുകളാണ്. 2 ഫർളുകൾ ഒരുമിപ്പിക്കാൻ പറ്റൂല. 2 ഫർളുകൾ ഒരുമിപ്പിക്കാൻ പറ്റില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ സുന്നത്തുകളായ കാര്യങ്ങളുണ്ട്. സുന്നത്തുകളായ കാര്യങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് തഹിയ്യത്തുൽ മസ്ജിദ്. തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത് അത് ഏതൊരു 2 റക്അത്ത് കൊണ്ടും മതിയാകുന്ന കാര്യമാണ്. മസ്ജിദിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരാൾ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി. അതന്നെ അതിന്റെ തഹിയ്യത്ത്. ഇപ്പോൾ ജമാഅത്ത് തുടങ്ങിയാൽ അത് തന്നെയാണ് തഹിയ്യത്ത്, വേറെ തഹിയ്യത്ത് ആവശ്യമില്ല. അങ്ങനെയുള്ള നിസ്കാരമാണ് തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയുന്നത്. മസ്ജിദ് കയറിയുള്ള നിസ്കാരം, ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ മതി. ഫർളോ സുന്നത്തോ എന്താണെങ്കിലും ശരി, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏതൊരു നിസ്കാരത്തിലും നമുക്ക് നിയത്താക്കാം. ഉദാഹരണത്തിന് ഒരാൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അയാൾ ഫജർ ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തുന്നതാണ്. അപ്പോൾ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്, അതും തഹിയ്യത്തുൽ മസ്ജിദും കൂടി ഒറ്റ നിയത്ത് മതി. അതിനോടൊപ്പം അയാൾക്ക് വുളൂവിന്റെ 2 റക്അത്തും കൂടി വേണമെങ്കിലോ അതും അതിന് മതിയാകുന്നതാണ്. അഥവാ 3 നിസ്കാരങ്ങൾ, 3 ഈ 2 റക്അത്തായ സുന്നത്ത് നിസ്കാരങ്ങൾ ഒറ്റ 2 റക്അത്തിലാക്കി നിയത്താക്കാം. 3ന്റെ പ്രതിഫലവും ഒരാൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരാൾ വരുന്നത് 10-11 മണിക്കാണ്. അപ്പോൾ അയാൾ തഹിയ്യത്തുൽ മസ്ജിദ് എന്തായാലും നിസ്കരിക്കും. അപ്പോൾ അയാൾ ദുഹ കൂടി നിയത്താക്കാണ്. ഞാൻ ഏതായാലും ദുഹ നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ അയാൾ 2 റക്അത്ത് ഇത് ദുഹയാണ്. അതൊക്കെ മസ്ജിദിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ 2 റക്അത്ത് ദുഹ നിസ്കരിക്കാം. ഇനി ഒരു 2 റക്അത്തും കൂടി നിസ്കരിക്കണം, എണീറ്റിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കാം. 4 റക്അത്ത് ദുഹ കിട്ടി. അതിൽ ആദ്യത്തെ 2 റക്അത്തിനോടൊപ്പം തഹിയ്യത്തുൽ മസ്ജിദും കിട്ടി. ഇനി ആ ദുഹ അയാൾ മസ്ജിദിലേക്ക് കയറുമ്പോൾ വുളു എടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അയാൾ വുളുവിന്റെ 2 റക്അത്തും കൂടി നിയത്താക്കുകയാണെങ്കിൽ അയാൾക്ക് അതൊക്കെ കിട്ടുന്നതാണ്. ഇതേപോലെ ളുഹർ നിസ്കാരത്തിൽ നമ്മൾ വരുമ്പോൾ ളുഹറിന് മുമ്പ് ഈ 2 4 റക്അത്ത് നമ്മൾ എന്ത് ചെയ്യും, ളുഹറിന് മുമ്പുള്ള റവാത്തി നിസ്കരിക്കും. അപ്പോൾ അവിടെ ആദ്യത്തെ 2 റക്അത്തിൽ തഹിയ്യത്തുൽ മസ്ജിദും വുളുവിന്റെ 2 റക്അത്തും കൂടി നമുക്ക് നിയത്താക്കിയാൽ അതെല്ലാം ആ 2 റക്അത്തിൽ കിട്ടി. പിന്നെ ബാക്കിയുള്ള 2 റക്അത്ത് ളുഹറിന്റെ അതും കൂടി നിസ്കരിച്ചാൽ അതും ലഭിക്കുന്നതാണ് എന്നാണ്. എന്നാൽ ഇത് അല്ലാത്ത ഒരു ഫർളും ഒരു സുന്നത്തൊന്നും നമുക്ക് അങ്ങനെ ഒരുമിപ്പിക്കാൻ, അങ്ങനെ പ്രത്യേകമായ സുന്നത്തുകൾ ഒരുമിപ്പിക്കാൻ കഴിയില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ ഫജറിന്റെ 2 റക്അത്ത് സുന്നത്തും ഫജറും നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഫജറിന്റെ 2 റക്അത്ത് സുന്നത്ത് പ്രത്യേകം വന്ന റവാത്തിൽ സുന്നത്താണ്. അത് വേറൊന്നിന്റെ പകരം ആകുന്നതല്ല, ഒരു ഫർദിനോടൊപ്പം ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെ പറയപ്പെടുന്ന നിസ്കാരങ്ങളുണ്ട്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റൂല. ഒരാൾ ഫജർ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്തും കൂടെ അതിൽ നിയത്താക്കുക എന്നുള്ളത് പാടില്ല. അത് വേറെ വേറെ തന്നെ നിസ്കരിക്കണം. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോൾ ഒരാൾ ജനാബത്തുകാരനും കൂടിയാണ്. അപ്പോൾ അയാൾക്ക് ജുമാന്റെ കുളിയും ജനാബത്ത് കുളിയും കൂടി ഒറ്റ കുളി കുളിച്ചാൽ മതി, 2 കൂടി ഒരു കുളി കുളിച്ചാൽ മതി. കാരണം ജുമായുടെ കുളി അത് മുസ്തഹബായ കുളിയാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അത് നിർബന്ധമല്ല, മുസ്തഹബായ കുളിയാണത്, വളരെ സുന്നത്തായ കുളിയാണത്. എന്നാൽ ജനാബത്തിന്റെ കുളി നിർബന്ധമായ കുളിയാണ്. ആ ജനാബത്തിന്റെ കുളി കുളിക്കുന്നതിലൂടെ തന്നെ ഒരാൾ ശുദ്ധിയായി തീരുന്നു. അയാൾക്ക് ആ കുളി 2 കൂടി നിയത്താക്കാം. ജുമാക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന നിയത്തോടു കൂടി ജനാബത്തുകാരന് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെയാണ് നമ്മൾ മസ്ജിദിൽ ദർസിന് വരുന്ന സമയത്ത്, ക്ലാസ്സിന് വരുന്ന സമയത്ത് ഒരുപാട് നിയത്ത് നമുക്ക് വെക്കാം. ഇവിടെ മഗ്രിബിന് വരുമ്പോൾ ഞാൻ പുറപ്പെടുന്ന സമയത്ത് 1 മഗ്രിബ് നിസ്കരിക്കാനാണ്, 2 ഞാൻ ക്ലാസ് കേൾക്കാനാണ്. ഇനി ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇശാ കൂടി കാത്തിരിക്കുകയാണെങ്കിൽ അത് വേറൊരു അമലാണ്.
ഒരാൾ മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശാ വരെ മസ്ജിദിലേക്ക് കാത്തിരുന്നാൽ അത്രയും നേരം അയാൾ നിസ്കരിച്ചതിന്റെ കൂലിയാണ് അയാൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നുള്ളൂ. അത്രയും നേരം അയാൾ ഈ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ എത്രയായിരിക്കും പ്രതിഫലം കിട്ടുക? അത്രയും അയാൾക്ക് എന്ത് ചെയ്യാണ്? പ്രതിഫലം കിട്ടുക. അതേപോലെ തന്നെ തൻ്റെ നല്ലവരായ സഹോദരങ്ങളെ കണ്ടുമുട്ടണം. അവരുടെ മനസ്സിൽ ഞാൻ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് സന്തോഷം ഉണ്ടാക്കണം. അത് ഒരു ഇബാദത്തായ കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക. ഇദ്ഖാലുസ് സുറൂർ ഫി ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ സന്തോഷം ഉണ്ടാക്കുക, അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക, ഇതൊക്കെ പ്രതിഫലാർഹമായ കാര്യം. അതായത് അവരോട് നല്ല കാര്യങ്ങൾ ചോദിക്കുക, എന്താണ് വിശേഷങ്ങൾ, എന്താണ് കാര്യങ്ങൾ. നല്ല നിയത്തോടുകൂടി ഒരാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ഇബാദത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവനവിടെ ദിക്റുകൾ ചൊല്ലാം, ഖുർആൻ പാരായണം ചെയ്യാം. ഇങ്ങനെയുള്ള നിയത്തൊക്കെ ഒരാൾ വെച്ചു കഴിഞ്ഞാൽ ആ ഒരു വരവിന് ഇതിൻ്റെ എല്ലാം പ്രതിഫലം ഒരുമിച്ച് അയാൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിയത്ത് നമുക്ക് ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യമാണ് ഈ ഒന്നാമത്തെ ഹദീസിൽ ഉള്ളത്. നമുക്കിനി ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് മനസ്സിലാക്കാം. വല്ലാഹു തആല അഅലം.